നമസ്കാരം. ഒരു പാമലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാർച്ച് 31 മുമ്പ് നമ്മൾ കെട്ടിട നികുതി അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിഴപ്പലിശയൊക്കെ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കേസ് മട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. സിറ്റിസൺ രജിസ്റ്ററായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ID, പാൻ കാർഡ്, പാസ്പോർട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷനെ കുറിച്ച് ഇതിലധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രജിസ്റ്റർ ചെയ്ത ലോഗിനിൽ സിറ്റിസൺ ലോഗിൻ എടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. OTP വെയിറ്റ് ചെയ്യുക. OTP ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പ്രോപ്പർട്ടി ടാക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ പേ യുവർ ടാക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പേ ടാക്സ് ബൈ സെർച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ സെർച്ചിൽ നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുത്തു. എന്നിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ സെലക്ട് ചെയ്തു. തൃശ്ശൂർ സെലക്ട് ചെയ്തു. 2013 ലേറ്റസ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ വാർഡ് വടൂക്കര സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ വീട്ടു നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ 924/1 ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു. സെർച്ച് ചെയ്താൽ നമ്മുടെ ഇതുപോലെ ഡീറ്റെയിൽ സെലക്ട് ചെയ്യും വരും. ആ ഡീറ്റെയിലിൽ നമ്മൾ പേയ്മെൻറ്റ് പെൻഡിങ് പേനോ കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഏത് ഇതിലേക്കാണ് ഡീറ്റെയിൽ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പേനോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ്സ് യെസ്. അങ്ങനെ ബാങ്കുകളിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യാം. എന്നിട്ട് പേനോ കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് QR കോഡാണ് ആക്ടിവേറ്റ് ചെയ്തത്. ഞാൻ ഫോൺ വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ നമുക്കിങ്ങനെ റെസീറ്റ് പ്രിൻ്റ് ഔട്ട് കിട്ടും. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. അതുപോലെ സോഫ്റ്റ് കോപ്പി നമുക്ക് കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇനി വസ്തുനികുതി ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചെറുപ്പക്കാർ ഈ ഫോണും അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ വെറുതെ പോയി ക്യൂ നിന്ന് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.